ഇനി മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇറാനിൽ കരയുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എന്ന സംശയം ബലപ്പെടുകയാണ്. ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും കൂറ്റൻ പടക്കപ്പലുകളടക്കം ഇറാനിൽ അമേരിക്ക വിന്യസിച്ചു കഴിഞ്ഞു. ഇപ്പോഴും കനത്ത ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കരാച്ചിലെ B1 പാലം അമേരിക്ക തകർത്തു. കരയുദ്ധം നടത്തിയാൽ അമേരിക്ക കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. സായ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, യുദ്ധം 3 ആഴ്ചയ്ക്കകം തീർക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാൻ ചർച്ചയ്ക്ക് വേണ്ടി കേൺ അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിരോധവും ഒരൊറ്റ ശത്രുവിനെ ജീവനോടെ അങ്ങനെയാണെങ്കിൽ ഇറാന്റെ പരിധിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വിടില്ല എന്ന വെല്ലുവിളിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പടക്കപ്പലുകൾ എത്തുകയാണ്. തീർച്ചയായും മാധു, ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്, യുദ്ധം ഉടൻ അവസാനിപ്പിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ തന്നെ അതേ സമയത്ത് കൂറ്റൻ പടക്കപ്പലുകളുടെ വലിയ ഒരു നിര തന്നെ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ഏകദേശം സ്ഥിരീകരിക്കാനാകുന്നു. വലിയൊരു സൈനിക വ്യൂഹം തന്നെ ഇപ്പോൾ ഇറാൻ ലക്ഷ്യമാക്കി അവിടെ എത്തുകയും ചെയ്തു. ഇത് കരയുദ്ധത്തിലേക്ക് സാഹചര്യം നീങ്ങുന്നതിൻ്റെ വലിയൊരു സൂചന തന്നെയാണ്. അതായത് ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പൂർണ്ണമായും ഇറാൻ പിന്മാറിയില്ലെങ്കിൽ പൂർണ്ണമായും തച്ചു തകർക്കും എന്നുള്ള ഭീഷണി അമേരിക്ക നടത്തിയിരുന്നു. പക്ഷേ ഇറാൻ ആ ഭീഷണികൾക്കൊന്നും തന്നെ വഴങ്ങിയിട്ടില്ല. ഇതിനു മുൻപ് ചർച്ചകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന ഒരു വിവരം കൂടി ഇറാൻ നൽകുകയും ചെയ്യുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങാൻ അമേരിക്ക തീരുമാനിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെയുള്ള പാലങ്ങളടക്കം ഇന്ന് അമേരിക്ക ആക്രമിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ന് പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷേ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ അവിടെ ആക്രമിച്ചുകൊണ്ടായിരിക്കും തങ്ങളുടെ തിരിച്ചടി ഇതിൽ ഉണ്ടാവുക എന്നാണ്. അങ്ങനെ ഒരു ആക്രമണം ഇറാൻ നടത്തുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക. ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തിരിച്ചടിക്ക് ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായിട്ട്, പക്ഷേ പാലങ്ങളടക്കം അവിടെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ആക്രമണം മാറുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള പ്രതിരോധം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഈ അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ അതിനെയും തകർക്കും എന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. തങ്ങളുടെ ആയുധശേഖരത്തിൽ 50% പോലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയും തങ്ങളുടെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങളുണ്ട്. അമേരിക്കയിലെ സാധാരണക്കാർ വരെ തങ്ങളുടെ പ്രതികാരത്തിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ വാക്പോര് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ശക്തമായ രീതിയിൽ തുടരുന്നത് തന്നെയാണ് വലിയ ആശങ്കയായി നിൽക്കുന്നത്. കാര്യമാത്രമായിട്ടുള്ള ഒരു മധ്യസ്ഥ നീക്കങ്ങൾ, ഇത് സമാധാനത്തിലേക്ക് നീങ്ങാനുള്ളൊരു മധ്യസ്ഥ നീക്കങ്ങൾ ഇപ്പോഴും വിജയം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് മാധു ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. കൂടുതൽ ശക്തമാവുകയാണ്. ഇപ്പോൾ 30 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ അവസാനിച്ചിട്ടില്ല. കുറെ കൂടി ശക്തമാവുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേലുള്ള ഇറാന്റെ ആക്രമണം. അതേ സമയത്ത് തന്നെയാണ് ഒരു കരയുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നത്.